ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ ഇന്ന് ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ ചെയർമാനുമായ എം.എ. യൂസഫലി പറഞ്ഞു. ന്യൂഡൽഹി പ്രഗതി മൈതാനിയിൽ നടക്കുന്ന വേൾഡ് ഫുഡ് ഇന്ത്യ 2024 പ്രദർശനത്തിലെ കേരള പവലിയനിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്ക് 21,000 കോടി രൂപയുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് പ്രതിവർഷം ലുലു ഗ്രൂപ്പ് കയറ്റുമതി ചെയ്യുന്നത്. 140 കോടി ഇന്ത്യക്കാരുടെ ആവശ്യം കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഭക്ഷ്യവസ്തുക്കൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഇപ്പോൾ വ്യവസായത്തിന് അനുകൂലമായ അന്തരീക്ഷമാണെന്നും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ കേരളം കേന്ദ്ര സർക്കാരിൻ്റെ 1ാം റാങ്ക് നേടിയത് അതിൻ്റെ തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വേൾഡ് ഫുഡ് ഇന്ത്യയുടെ 3ാം എഡിഷൻ കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി, ചിരാഗ് പാസ്വാൻ, രവനീത് സിംഗ് ബിട്ടു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ 90 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. പ്രദർശനത്തിൽ ഫോക്കസ് സ്റ്റേറ്റ് ആയാണ് കേരളം പങ്കാളിത്തം വഹിക്കുന്നത്. കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ്റെ നേതൃത്വത്തിലാണ് കേരള പവലിയൻ ഒരുക്കിയത്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ മേഖലയിൽ നിന്നുള്ള 23 ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ മേളയിൽ പങ്കെടുക്കുന്നു. കേരള തനിമയും പാരമ്പര്യവും വിളിച്ചോതുന്ന ഉൽപ്പന്നങ്ങളാണ് കേരള പവലിയനിലുള്ളത്. ഫുഡ് എക്സിബിഷൻ ലോകം മുഴുവൻ ഇന്ന് ഇന്ത്യയിലേക്കാണ് ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 140 കോടി ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം അരി, വീറ്റ്, ഷുഗർ, അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും, മീറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, സ്പൈസസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും, ഭക്ഷണ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യും. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റീറ്റെയിലർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഏതാണ്ട് 16,000 കോടി രൂപയുടെ സാധനം ഒരു കൊല്ലം ഞങ്ങൾ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. അതുകൂടാതെ ഞങ്ങളുടെ ഫെയർ എക്സ്പോർട്ട് എന്ന് പറയുന്ന 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഏതാണ്ട് 10,000 കോടി രൂപ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കമ്പനി എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ടോട്ടൽ വിറ്റുവരവ് ഏതാണ്ട് അബൌട്ട് 21% സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു, ഫുഡ് പ്രൊഡക്ട്സ്. അപ്പോൾ ഇനിയും ഒരുപാട് പുതിയ ടെക്നോളജികൾ, പുതിയ ഇന്നൊവേഷൻ, പുതിയ ട്രാൻസ്ഫോർമേഷൻ, അതൊക്കെ ഇപ്പോൾ ഇവിടുത്തെ നിങ്ങളെല്ലാ സ്റ്റാളുകളിലും പോയാൽ നിങ്ങൾക്കറിയാൻ പറ്റും. അതേമാതിരി തന്നെ കേരളവും ഫുഡ് പ്രോസസ്സിങ്, നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കേരളത്തിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആയതുകൊണ്ടാണ് ഈ സ്റ്റാൾ ഇവിടെ ഇന്ന് നമ്മുടെ സെക്രട്ടറിമാരെല്ലാവരും കൂടി ഇത്രയും മഹത്തായ ഒരു സ്റ്റാൾ ഇവിടെ, കേരള സ്റ്റാൾ പ്ലസ് കേരളത്തിൽ നിന്നുള്ള എക്സ്പോർട്ടേഴ്സ്, കേരളത്തിൽ നിന്നുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കേരളത്തിൽ നിന്നുള്ള മാനുഫാക്ചേഴ്സ്, അവരൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന് വളരെ പൊട്ടൻഷ്യലാണ്, ചാൻസാണ്. അപ്പോൾ ഞങ്ങളും കേരളത്തിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ കളമശ്ശേരിയിലെ 10 ഏക്കർ സ്ഥലം, അവിടെ ഞങ്ങൾ ഫുഡ് പ്രോസസ്സിങ് അടുത്ത 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ അവിടെ ഫൗണ്ടേഷൻ ഇടും. അത് സ്റ്റേറ്റ് ഓഫ് ആർട്ടായിരിക്കും. അത് ടോട്ടലി ജർമ്മൻ ടെക്നോളജി മെഷീനായിരിക്കും. ഇപ്പോൾ ജർമ്മൻകാരിപ്പോൾ കേരളത്തിലുണ്ട് അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി. എത്ര കോടിയുടെ പ്രൊജക്റ്റാണ് കളമശ്ശേരിയിൽ? ഏതാണ്ട് ഇപ്പോൾ 800 കോടിയാണ് ഞങ്ങൾ എസ്റ്റിമേറ്റ്. അത് കഴിയുമ്പോഴത്തേന് പറയാൻ പറ്റുള്ളത് ടോട്ടൽ എത്ര ജോലി സാധ്യതകൾ. ജോലി സാധ്യത കേരളത്തിൽ എന്തെങ്കിലും തുടങ്ങിയ കേരളത്തിൽ തന്നെയുള്ള ജോലി സാധ്യത. കാശ്മീരിലെ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യമില്ലേ ചർച്ച ചെയ്യുന്നത്. കാശ്മീരിൽ ഞങ്ങളുടെ പ്രോസസ്സിംഗ് യൂണിറ്റ്. കേരളത്തിന് ഇപ്പോൾ വ്യവസായത്തിന് ഏറ്റവും നല്ല വ്യവസായം തുടങ്ങുന്നതിന് അനുയോജ്യമായ സ്ഥലമാണെന്നുള്ള രീതിയിൽ നമ്മുടെ റാങ്കിങ് കൂടി. കാര്യം കേന്ദ്ര സർക്കാർ റാങ്ക് കൂടി. അതിനെപ്പറ്റി അങ്ങയുടെ ഒരു വ്യവസായ നിലയ്ക്ക് അങ്ങയുടെ അഭിപ്രായം എന്താ? കേന്ദ്ര സർക്കാർ 1ാം നമ്പർ റാങ്കിങ് കേരളത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിന് അതിനുള്ള യോഗ്യത ഉള്ളത് കൊണ്ടാണല്ലോ കൊടുത്തത്. അപ്പോൾ ഈസ് നമ്പർ 1. വി ഹാവ് ടു അപ്രീഷിയേറ്റ് ഗവൺമെൻറ് ആൻഡ് ദി ഓഫീസേഴ്സ്. അവരുടെയൊക്കെ കൂട്ടായ കളക്റ്റീവ് എഫർട്ടാണ്
ഈ റാങ്കിങ്ങിൽ നമ്പർ 1 വന്നത്. അത് നമ്മൾക്കും അഭിമാനമാണല്ലോ. ഓക്കെ സർ, താങ്ക്സ്.